സാഹചര്യം മാത്രമാണുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടതായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ അത് വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വിമാനങ്ങൾക്ക് തടസ്സമില്ല എന്ന് ഖത്തർ എയർവേസ് പറയുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം, നേരത്തെ ഇത്തരത്തിലുള്ള ഇറാനിൽ നിന്നൊരു ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഖത്തറിലെ പൂർണ്ണമായും അവിടുത്തെ വിമാന സർവീസുകളൊക്കെ റദ്ദാക്കിയും ഒപ്പം തന്നെ വിമാനത്താവളങ്ങൾ അടച്ചിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നില്ല. അതൊക്കെ പൂർണ്ണതോതിൽ നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണതോതിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് ഖത്തർ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവം അല്ലെങ്കിൽ അതിൽ ഒരു തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഖത്തർ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ എല്ലാം നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരറ്റത്തും എത്താതെ പോവുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ഈ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. അതിൽ ട്രംപ് കഴിഞ്ഞ ദിവസം, അതായത് ഇത് അവസാനത്തെ വാണിംഗ് ആണ് എന്നടക്കമുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വാണിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇസ്രായേൽ ഒരു ഘട്ടത്തിൽ ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഒപ്പം തന്നെ വെടിനിർത്തൽ കരാറിലേക്ക് പോകാം. അന്ന് വെച്ചിരുന്ന കരാർ 60 ദിവസത്തെ വെടിനിർത്തലായിരുന്നു എന്നുള്ളതായിരുന്നു. 60 ദിവസത്തിനിടയിൽ ഘട്ടം ഘട്ടമായി ഈ ബന്ദികളെ മോചിപ്പിക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യും. പിന്നീട് അത് സമ്പൂർണ്ണമായ രീതിയിൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു US മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതിൽ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് തയ്യാറാണ് എന്ന രീതിയിലുള്ള ചില സൂചനകൾ അന്ന് ഇസ്രായേൽ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ ഹമാസ് അന്ന് പറഞ്ഞിരുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യം, അതായത് ഗാസ സിറ്റി പിടിച്ചടക്കുന്ന നടപടിയിലേക്ക് ഇത്തരത്തിൽ ഇസ്രായേൽ പോവുകയാണ്. ആ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകണം. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ഈ ഡീലിന് തങ്ങൾ സമ്മതിക്കില്ല എന്ന രീതിയിലായിരുന്നു ഹമാസ് അന്ന് നിലകൊള്ളുകയും ചെയ്തത്. ആ ഒരു സാഹചര്യത്തിലായിരുന്നു പിന്നീട് വീണ്ടും ഒരു വാണിംഗ് ഉണ്ടാവുകയും ചെയ്തത്. പിന്നാലെയാണ് ഈ രാജ്യങ്ങൾ, മധ്യസ്ഥ രാജ്യങ്ങൾ, ഖത്തർ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഈ ഹമാസുമായി ചർച്ചകൾ നടത്തുന്നത്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ബന്ദി കൈമാറ്റം അടക്കമുള്ള സാഹചര്യത്തിലേക്ക് വഴിയൊരുക്കുകയും ചെയ്തത്. പക്ഷേ അതിലിപ്പോൾ ഒരു തിരിച്ചടി ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ആക്രമണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയായി ഇതിനെ ഖത്തർ പോലും പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി US എന്ത് നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ USന്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. നിലവിലെ സാഹചര്യം അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ